ഇത് ടൈറ്റ് ആവാൻ പറ്റുമോ? ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു യൂട്യൂബ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താവാൻ പോവാണ്? മാവേലിയും വാമനനും കൂടെ ആവാൻ പോവാണ്. ഞാൻ മാവേലി ആവണ്ട്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവർക്ക് ഇനി കോസ്റ്റ്യൂം സെറ്റ് ആയാലും വാമനാവും. അപ്പം എല്ലാവർക്കും പുതിയൊരു ഓണം ബ്ലോഗിലേക്ക് സ്വാഗതം. മാവേലി വാമനൻ, മേ ബി വാമനൻ. ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. എനിക്ക് ത്രിൽഡ് ആണ് ഞാൻ ആ വേഷം അണിയാൻ. അപ്പം ഒരു രാജാവിന്റെ ശൈലിയൊക്കെ വേണം. എന്താ എനിക്ക് അറിഞ്ഞുകൂടെ പ്രിപ്പയർ ചെയ്യണം. അതാണ് ഐതിഹ്യം. അവിടെ ഒന്ന് ചവിട്ടി കളിക്കാൻ എല്ലാം ചെയ്യും. അതിന് വാമൻ നീ വേഷം കെട്ടണം. അതിന്റെ മാസ്റ്റർ മൈൻഡ് ആണ് ബാക്കിൽ നിന്ന് നടന്നു വരണം. ഇനിയും എന്നെ മാവേലിയും ഇവളുടെ വാമനും ആക്കാനുള്ള പ്ലാൻ ചെയ്തത് ഇതാണ്. ഇത് ടൈറ്റ് ആവാൻ പറ്റുമോ സുഞ്ചേട്ടാ? ടൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ പോരും. പക്ഷെ മുടി വരുമ്പോ ഇത് സെറ്റ് ആവും. ഗായ്സ്, ഇത് വാമനൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു മുനീനെ മരിയുണ്ടേ. ഇത് മാവേലിന് കൂടെ പറഞ്ഞ ആരാ? ഇത് ഒന്ന് പറഞ്ഞ നച്ചൊന്ന് പറയും. ഇത് ആരാ? വാമനത്തി. മൊട്ടയൊക്കെ അല്ലേ മുടി? ഓ, മേക്കപ്പ് ഇനി ചെയ്യാണ്ടല്ലേ? ഓക്കെ. ഇനി ഞാൻ കൃഷി വാമൻ ആരാ? ആരുടെ അവതാരം ആരുതാ? ഞാൻ പറയട്ടെ, മഹാവിഷ്ണു അല്ലേ? യെസ് ഗായ്സ്, അപ്പൊ ഇനി ഞാൻ മഹാബലി ആവാൻ പോവാണ്. നാടിന് നന്മകൾ ചെയ്ത് നാട്ടുകാർക്ക് എന്താണ് ബാക്കി പറഞ്ഞുണ്ടോ? സമ്പൽ സമൃദ്ധിയുടെ സന്തോഷവും സമാധാനവും നൽകാൻ വേണ്ടി കൃഷ് മാവേലി തമ്പുരാൻ എഴുന്നള്ളൂ ഗൈസ്. എന്നെ ഒരുക്കൂ. മാവേലി ശരിക്ക് ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നു. നാട്ടുകാർക്കൊക്കെ നന്മ ചെയ്ത് രാക്ഷസനായിരുന്നു. പക്ഷെ രാജാവായിരുന്നു അല്ലേ? പക്ഷെ രാക്ഷസനാണെങ്കിൽ പോലും നല്ല മനസ്സുള്ളൊരു ഒരാളായിരുന്നു. മഹാബലിയുടെ ശരിക്കും പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് അറിഞ്ഞൂടാ. പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകും ഗൈസ്. മേക്കപ്പ് അല്ല, കോസ്റ്റ്യൂം ചെയ്തിട്ടാണ് മേക്കപ്പ്. എന്തെങ്കിലും ഞങ്ങള് അണിഞ്ഞൊരുങ്ങാൻ പോവാണ്. റെഡി? ആ മുട്ട കാണിച്ചേ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ചേട്ടൻ നമ്മളെ വാമനനെ ഒരുക്കാൻ പോവാണ്. വാമനൻ ഒന്ന് ഒരുങ്ങിക്കേ. ഒരുങ്ങി മുട്ടയാവാൻ പോകുന്നത് കാണട്ടെ. സൂപ്പർ നമ്മളിത് പൊളിക്കും. പ്രഹ്ലാദ് മുത്തശ്ശനാണ്. അപ്പം നമ്മുടെ അടി തെറ്റിയാൽ ആനയും വികുണ്ടാണ്. ഹരിശാന്തനും തെറ്റിപ്പോയി. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? നമ്മുടെ ഈ തത്വങ്ങളും ഈ മഹാഭാരതവും ഒക്കെ നിശ്ചയുള്ളത് നമ്മുടെ മുത്തശ്ശനാണ്. അപ്പം ചെറിയ തെറ്റ് നമ്മൾ ഇതിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. മുത്തശ്ശനാണ് ആള്. നമ്മളുടെ പിങ്കി മോളോൺ വർക്കിലാണ്. മുടിയൊക്കെ പിന്നിട്ടിട്ട് ഇത് വാമനായിട്ട് ഞാൻ കൂട്ടുന്നത്. ആൾക്കാർ മുനിയായിട്ട് വേഷപ്പകർച്ച കേട്ടോ. ഇനി വെച്ചേ ഇതെന്തത് ബാക്കി ഭാഗം പറഞ്ഞു. ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ സാധനം ഉണ്ടാവില്ല, അതിന്റെ ഇടുക. ഒരു ഗോൾഡൻ പനിയ സാധനം. സത്യം പറഞ്ഞ ഒരു അതിന്റെ മുകളിൽ അത് ഇടുക. അത് അടിപൊളി. ഇത് മറ്റേത് മാതിരി ഉണ്ടാവും. ഞാൻ എല്ലാം ഒരു ഇതേമായിട്ട് സിൽക്ക് സാധനം ഉണ്ടാവും. എന്നെ പറ്റിച്ചു പറഞ്ഞു. ഗായ്സ്, ഞാൻ ഉദ്ദേശിച്ച മാവേലി ഇങ്ങനെയല്ല. എന്റെ മാവേലി ഇങ്ങനെയല്ല. എന്റെ മൊത്തം ബോഡി കാണുന്നത്. എന്നെ പറ്റിച്ചതാ. എന്റെ മാവേലി ഇങ്ങനെയല്ല. ഇതല്ല എന്റെ മാവേലി. ഈ മാവേലി കണ്ടത് ഈ രോമം പഠിക്കണേ. ഒരു രാജാവിന്റെ ലുക്ക് എനിക്ക് പണ്ടേ ഉള്ളതാണ്. ഒരു കുഴപ്പമില്ല അല്ലേ കൺമണി? നേരത്തെ വരെ വന്നില്ലായിരുന്നു. നേരത്തെ കൗണ്ടർ ചെയ്യുന്നുണ്ട് അത്. പക്ഷെ അത് വന്നില്ല. അപ്പൊ ഞാൻ തന്നെ എന്നെ പറഞ്ഞു. കണ്ണി പറഞ്ഞതാ.
ചേരല്ലേ കൺമണി? സത്യം പറ. കാര്യം ചേരനൊക്കെ ഉണ്ട്. കൺമണി പിന്നെ ഇനി മറ്റേതെടുത്തോ. അപ്പൊ ഗായ്സ് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് വീഡിയോ അച്ഛനാണ് എന്നെ വളയിട്ടത്. ആദ്യമായിട്ടോ ഞാൻ മാവേലിയായിട്ട്. ഇനി നാട്ടിലൊക്കെ ഈ ഓണപ്പരിപാടിയൊക്കെ എന്നെ വിളിക്കാവുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലാതെ ഞാൻ പൈസ വന്നിട്ട് ഞാൻ വന്ന് അഭിനയിക്കല്ലോ. ഞാൻ ചെയ്ത് പോകുന്നതാണ്. ഏതൊരു നിമിഷത്തിൽ ഞാൻ യെസ് പറഞ്ഞു പോയതാണ് ഇയാളുടെ വാക്കും കേട്ടിട്ട്. സത്യത്തിൽ ഇന്ന് മാവേലി ആവേണ്ട അശാന്തനായിരുന്നു. നൈസായിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്ത് ഇവിടെ സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും തന്നെ എന്നെ പൊട്ടനാക്കിയിട്ട് ഞാൻ ആ പൊട്ടത്തിൽ വീണും പോയി. ഞാനായി. അങ്ങനെയാണ് സംഭവിച്ചോണ്ട് ഇവിടെ വാമനൻ സെറ്റ് വാമനൻ ഉണ്ട്. ഞങ്ങളുടെ വാമനൻ ഓൺ ഫയർ ആണ് ഗായ്സ്. ഞങ്ങളത് പൊളിയും. ഏത് നോക്കി ഇതോ വിഗ് വന്ന ഹെയർ സെറ്റ് ആവേ. മോം പറയാണെങ്കി ബലി മഹാരാജന്റെ മാറി നിക്ക നമ്പൂരിയാലേ. പിന്നെ മാറി നിക്കൂ. ആ ഗാംഭീര്യം വരണം അല്ലേ? മാറി നിൽക്കും. എനിക്ക് ആകെ ഒരു ചുപ്പിയും കൊണ്ട് മാത്രമേ ഉള്ളൂ. മഹാബലി തമ്പുരാൻ എന്താ വേണ്ടത്? അപ്പം ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് ഞങ്ങള് ഇനിയുള്ളത് എന്താ സംഭവിച്ചാല് മേക്കപ്പ് ചെയ്യണം, കുറി അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു 2 ലക്ഷം രൂപ തരാ നിങ്ങളുടെ നാട്ടില് മറ്റേ മഹാബലിയും വാമനും വരുന്നത്. അച്ഛാ, ഈ ന്യൂജൻ മാവേലിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ന്യൂജൻ മാവേലി വാമനനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഓണത്തിന് ഇഷ്ടംപോലെ ഈ പറഞ്ഞ മഹാബലി വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സീരിയലിൽ ആദ്യമായി ഒരു സ്ത്രീ വാമനത്തി മലയാള സീരിയലിൽ, അതും സൂപ്പർ കൺമണിയിൽ. സാധാരണ ഈ മഹാബലി എന്ന് പറയുമ്പോ എല്ലാവരും ഈ കൊടവേറും എന്നെയൊക്കെ പിടിച്ച് ഇഷ്ടംപോലെ മാവേലിയാക്കി തടി ഭയങ്കര പൂർണ്ണാക്കിയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടാണ് മഹാബലി ആക്കിയത്. പക്ഷെ ഇത് 6 പാക്ക് പാക്കപ്പ് രാജാവാണ്, അസുര രാജാവായ. തടി കുറച്ചുണ്ട്. സൂപ്പർ 6 പാക്ക് കളിയാക്കണേ. എന്നെ കണ്ട് ചിരിച്ചാണ്. വാമനന് പച്ചേ മഹാബലിക്ക് പറ്റിയ വാമനത്തി. ഇതാണ് നമ്മുടെ വാമനൻ. ഞാൻ ഇപ്പൊ ഇത് മാറ്റി അല്ലേ? അതെന്താ പറയാ, ആ മൂട്ടിയൊക്കെ വരുമ്പോ റെഡി ആവും. എന്താ പറയാ, ഇത് സെറ്റായി നിക്കാണ്ട. ഇത് റെഡി ആയി നിക്കുമ്പോ കുറച്ചും കൂടി സെറ്റ് ആവും. ഇപ്പൊ റെഡി ആയില്ലേ? ഒരു ക്യൂട്ട് ഗായ്സ്. എന്ത് ഉമ്മയല്ലത്? അറിയില്ലേ ആ സാധനം? അത് ഉമ്മയല്ല, മാറിയത് ഉമ്മയല്ല. അപ്പം മഹാബലി വിത്ത് മൂട്ടിയൊക്കെ സെറ്റ് ആക്കട്ടെ, എന്നാല് കുറച്ചും കൂടി സെറ്റപ്പ് ആവും. ഗായ്സ്, എന്റെ മുട്ടക്കുട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടക്കുട്ടി ഒന്ന് കാണട്ടെ. സനി ഒന്ന് നോക്കിയേ, സ്മൈൽ. ആരത് മനസ്സിലാവില്ലല്ലോ. ലുക്ക് എന്നെ വാമനന്. വാച്ച് ഒഴിവാക്കണം. ആ നീ മറ്റേതല്ലേ? നീ ഭയങ്കര അങ്ങനെയുള്ള സാധനം മാത്രം. അങ്ങനത്തെ ഉണ്ടോ? നല്ല രസമുണ്ട് സാധനം. ഞാൻ പറഞ്ഞ നിനക്ക് ചേരുന്നല്ലേ? നമ്മളിത് പൊളിച്ച് ചെയ്താൽ സെറ്റ് ആവുന്നു. സാഗർ, എന്തു വരമാണ് തരേണ്ടത് പറഞ്ഞോ? ഇനിയെങ്കിലും എന്റെ മകന് നല്ല ബുദ്ധിയും ബോധവും. അസംഭവ്യം നടക്കില്ല. ബുദ്ധിയും ബോധമുള്ള ഒരുത്തിനെ കിട്ടി എങ്ങനെയൊക്കെ ചെയ്യോ? നിങ്ങളെ മോനെ ചെയ്യോ? ഇത്രയും വൈബുള്ള മോനെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വേഷം കിട്ടിട്ട് ഇപ്പൊ എന്തായാലും എത്ര വെറൈറ്റി വേഷം ചെയ്തു. ഞാൻ ഇതിൽ കുറെ വെറൈറ്റി ചെയ്തിട്ടുണ്ടല്ലേ? നമ്പൂതിരി, കള്ളൂടിയൻ, നല്ല വായനോക്കി, മഹാബലി, പിന്നെ അനാഥൻ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്ത ഒരു ഹീറോ വേഷമാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതിനെ മനോരമ ചാനലിലും നമ്മുടെ പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും ഒരു നന്ദി പറയുന്നുണ്ട് പേഴ്സണലി. പിന്നെ നമ്മുടെ
സ്റ്റോറി സൂപ്പർ കമ്പനി 1000 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും അവൻ ദശാവതാരം, കമലഹാസന്റെ ദശാവതാരം പോലെ 10 അവതാരത്തിന്റെ മുകളിലേക്ക് അവൻ ചെയ്യുന്നതാണ് അവൻ. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഗൈഡൻസ് കൊണ്ട് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്, കുറെ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേണുവേട്ടൻ, പിന്നെ നമ്മുടെ സുധീഷ് ഏട്ടൻ, ഇവരൊക്കെ ഈ ഘട്ടത്തിൽ ഞാൻ സ്മരിക്കുന്നു. കാരണം അവരൊന്നും ഞാൻ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വേണുവേട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. താങ്ക് യു. കോസ്റ്റ്യൂം റെഡി ആയിട്ട് നമ്മൾ ഹെയർ വെക്കാൻ പോവാണ്. അയാൾ മുടി ചീവുകയാണ് ഗൈസ്. അപ്പൊ അവസാനത്തെ പണിപ്പുരയിലാണ് നമ്മൾ മാവേലിയുടെ മുടി വെക്കാൻ പോകണം. മാവേലി ഫ്രീക്ക് മാവേലി കേട്ടോ. ഈ സാധനം മാത്രമാണ് എനിക്ക്. അയ്യോ എന്റെ മോനെ, ആള് മാറിയല്ലോ. എന്തത് മാവേലി ഒന്നാകെ സ്മെല്ല്. കൺമണി നോക്കിയേ, ഇതുവരെ മാവേലി ആയിരുന്നു, ഇപ്പൊ മാവേലി മാറി. ഇതും കൂടി വരുമ്പോ റെഡി പോയിക്കടി. ഏതാ ആദ്യത്തെ നീ ഇന്നെ പൊക്കി താത്തിയിടുവോ? അച്ഛ എങ്ങനെയുണ്ട് അച്ഛാ? മിൽക്ക് മേഡ് കൊടുക്കാനല്ല. മിൽക്ക് മേഡോ? മിൽക്ക് മേഡോ പരസ്യം ചെയ്യാനോ? മഹാബലി മാമന്റെ കൂടെ കൺമണി എങ്ങനുണ്ട്? യേശു ക്രിസ്തു ആണോ അല്ലെങ്കിൽ യേശു ആണോ അല്ലെങ്കിൽ നമ്മുടെ മഹാബലി ആണോ? ഏതാ നിനക്ക് തോന്നുന്നത്? യേശു. ഇവര് സ്ലൈഡ് എങ്ങനെ 10 5 കുത്തണേ? 4 കുത്തുമ്പോ തന്നെ നല്ല വേനയാണല്ലോ. ഒന്നിവിടെ അല്ലേ? കറക്റ്റ് ഞാൻ പറഞ്ഞു. കൺമുടിയുടെ സ്വന്തം ക്ലീറ്റസും. സൗബി ഉണ്ടല്ലോ ഒരു മറ്റേ ദൈവമായിട്ട് ഇങ്ങനെ വെളിച്ചൊക്കെ കൊടുത്തിട്ട്. ഗൈസ് ഫൈനലി മഹാബലി ഫുൾ ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാവേലി ലുക്ക് കേട്ടോ. മാവേലി റെഡി. പവർ പാക്ക് മാവേലിയാണ് ഈ പ്രാവശ്യം ഇറങ്ങാൻ പോകുന്നത്. വാമോസ് അർജന്റീന, ബ്രസീൽ. ഞങ്ങള് ഇറങ്ങാൻ പോകട്ടോ. വീടുകൾ മൊത്തം കയറണം, ഫുൾ പൈസ പിടിക്കണേ. ആദ്യം ഇറങ്ങിയതാ പറഞ്ഞത് നമ്മള്. അവിടെയൊക്കെ ഉണ്ടോ? എന്തോ വൃത്തിയുണ്ട് കേട്ടോ ഇവിടൊക്കെ. തൊണ്ട എത്ര വേണ്ട. എന്തേലും കൊടുത്ത കുട്ടികളെ മാറിയ ക്രയോൺസ് വരയ്ക്കണ ഇതിന്റെ ബോഡി മൊത്തം വരച്ചേക്കുക. ഇതൊന്നും മാറ്റി മാറ്റി രസമില്ലല്ലോ. നല്ല രസമുണ്ട്. നിങ്ങൾ എന്താ അറിയോ, നിങ്ങള് മറ്റേ താഴത്തെ ഗ്യാപ്പ് ഗൈസ് മൂടി മുമ്പോട്ടിട്ടുണ്ടാണോ ബാക്കോട്ടുണ്ടാണോ? ഈ കണ്ട മൂപ്പര് മഹാബലിനെ കറക്റ്റ് കണ്ട് നേരിട്ട് കണ്ട് പിന്നെ ഡ്രസ്സപ്പ് ഉണ്ട്. വത്സേ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, ഗംഭീരായിട്ടുണ്ട്. ഗായ്സ് അപ്പൊ നമ്മുടെ മാവേലി വേഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ റിയൽ ഡ്രസ്സിലേക്ക് മാറാൻ പോവാണ്. അപ്പം ഓണത്തിന് 2ാമത്തെ കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട്. പണ്ട് യൂസ് ചെയ്ത കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇത് ഈ സീരിയൽ ഇട്ടില്ലാന്ന് തോന്നുന്നു. ഇതിന് മുമ്പുള്ള ഏതോ തന്നെ 8 ഉണ്ട്, അതിന് വേണ്ടി എടുത്തതാണ്. ഇതാണ് അപ്പം എൻ്റെ കോസ്റ്റ്യൂം. അപ്പം ഏകദേശം ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഒന്നാമത് ചാർജ് ഇല്ല, പിന്നെ ഓൾമോസ്റ്റ് ആയി, രാത്രി അല്ല ഒരു 4-5 മണി ആവാനായി. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോണേ.